സഹോദരനെക്കുറിച്ച് പറയാൻ വേണ്ടി ആണ് ഞങ്ങൾ ഗോപിയേട്ടനെ മാറ്റിയിരുത്തിയത്. എന്താണ് ഏട്ടനെക്കുറിച്ച് പറയാനുള്ളത്? ഞങ്ങളുടെ എല്ലാം താങ്ങും തണലും എല്ലാ അഭിവൃദ്ധിക്കും കാരണഭൂതനായത് എൻ്റെ ചേട്ടനാണ്. പിന്നെ കുട്ടിക്കാലം മുതലേ എൻ്റെ പഠിത്തം കംപ്ലീറ്റ് തീരുന്നത് വരെ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ആയിരുന്നു. ഈവൻ ഞങ്ങളുടെ വിവാഹ കാര്യങ്ങൾക്ക് വരെ എല്ലാത്തിനും ഞങ്ങളുടെ കൂടെ നിന്ന് എല്ലാ മാർഗനിർദ്ദേശം തന്ന ഒരു ഉത്തമ സഹോദരനാണ്. അതായത് സ്വന്തം പ്രാരാബ്ധങ്ങളിൽ കൂടി തന്നെ ഞങ്ങളെ കൂടെ സഹായിച്ച് ഞങ്ങളെല്ലാം നിലയിലാക്കിയ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്ത ഒരു വ്യക്തിയാണ്. ചെറുപ്പത്തിലൊക്കെ ഈ കവിതകളൊക്കെ എഴുതുന്നതും വായിക്കുന്നതൊക്കെ അന്നത്തെ കാലത്ത് അതൊക്കെ ഓർമ്മയുണ്ട്. എനിക്ക് വളരെ അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്. ഒരിക്കൽ ഞാനന്ന് ജോലിയില്ല, കടമട്ട് ഇങ്ങനെ ട്യൂട്ടോറിയൽ കോളേജിലൊക്കെ പഠിപ്പിച്ച് നടക്കുകയാണ്. ഒരു ദിവസം ചേട്ടൻ വീട്ടിൽ വന്നു. അപ്പം അന്ന് രാത്രി തന്നെ കടമട്ട് നിന്ന് വള്ളിക്കോട്ട് ചേച്ചിയുടെ വീട്ടിലേക്ക് പോകണം. അപ്പം എന്നെയും വിളിച്ചു. ഞങ്ങൾ രണ്ടും കൂടി ഇങ്ങനെ രാത്രി 8 മണിയായിരുന്നു. ബസ് സർവീസൊന്നുമില്ല, ഇരുട്ടാണ്, ടോർച്ചൊന്നുമില്ല, കുടയുമില്ല. ഇങ്ങനെ ഇതുപോലൊരു മഴക്കാലമാണ്. അപ്പം ഞങ്ങൾ വീട്ടിൽ നിന്ന് 8 മണിക്ക് തിരിച്ചു നടക്കുകയാണ്. ഒരു 10 കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പം ഈ നടക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ ഈ കവിത എന്നെ ഇങ്ങനെ ചൊല്ലിക്കേൾപ്പിക്കുകയാണ്. കാട്ടാളെന്നുള്ള കവിത. അപ്പം ഇങ്ങനെ ഈ കവിത ഇങ്ങനെ തീരാറാകുമ്പോൾ അതിൻ്റെ അകത്തൊരു ഭാഗം ഞാൻ ഓർക്കുന്നത്, വെള്ളിടി വന്ന് വിളക്ക് കൊളുത്തിന്നിൻ കൺമുന്നകളിൽ നിന്നൊരു ഭാഗത്ത് കാട്ടാളൻ പറയുന്നുണ്ട്. അപ്പോൾ അതിങ്ങനെ അവിടെ ചൊല്ലിക്കഴിയുമ്പോൾ ഒരു ഭയങ്കരമായിട്ട് ഇടിവെട്ടുകയാണ്. ഞങ്ങൾ വളരെ സ്തംഭിച്ചിരിക്കുന്ന ഒരു എന്താണ്. അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ കവിത ചൊല്ലി ഇങ്ങനെ ചേച്ചിയുടെ വീട്ടിൽ കയറുന്നിടം വരെ ഈ മഴ നനഞ്ഞ് കവിതയും ചൊല്ലി ഞങ്ങൾ വീട്ടിൽ കയറി കവിത അവസാനിപ്പിച്ചു. ഈ മഴയും തീർന്നു.